വെൽക്കം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഒരു മദർ സൺ ഡുവോ ആണ്. നമുക്ക് ഇവരെ ഫെമിലിയർ ആണ്, ഇവർ ആക്ടേഴ്സ് ആണ്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ അമ്മയും മോനും അന്ന് പബ്ലിക്കിന് അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സിനി പ്രസാദും കല്യാൺ ഖന്നയും. ഹായ്, വെൽക്കം ചേച്ചി. വെൽക്കം. സോ ഞാനിപ്പോൾ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുറേ പബ്ലിക് അപ്പിയറൻസ് കൊടുത്തിട്ടില്ല, ഇന്റർവ്യൂസിലും വന്നിട്ടില്ല. അതെന്താണ്? അത് ഇവനും എനിക്കും വലിയ താല്പര്യമില്ല. എന്ത് ഇവൻ ഇടയ്ക്കൊക്കെ പോകുന്നത് ഇവരെ ഒരു 3 പ്രാവശ്യം വിളിച്ച് അല്ലല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നിച്ചുള്ള ഇന്റർവ്യൂ. പക്ഷെ അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. അഥവാ വന്നാൽ ഒന്നും എനിക്ക് സമയം കാണത്തില്ല, അല്ലെ ഇവന് കാണത്തില്ല. രണ്ടുപേരെയും കൂടി ഇന്ന് ഒത്തു കിട്ടിയത് ഭാഗ്യം എന്ന് വേണം പറയാൻ. ഞങ്ങളുടെ ഭാഗ്യം. അതെ, ഇന്നിപ്പോ രാത്രി പോവാ. ആണല്ലേ? രാത്രി പോവാ. ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, സമയം കിട്ടാറില്ല. അല്ലാണ്ട് എനിക്ക് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് വീഡിയോസ് പലരും ചോദിക്കും, പക്ഷെ അതിനും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഓർണമെങ്കിലും ഞാൻ ഒരുമിച്ചുള്ളത് അല്ല, ഇൻഡിവിജ്വലി കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരുമിച്ചുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ ചാനലിന് എക്സ്ക്ലൂസീവ്. ഈ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ ആക്ടറാണ്, ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ദുൽഖറൊക്കെ ഇല്ലേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാപ്പാടെ പേര് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ വാപ്പാടെ കൂടെ അഭിനയിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിക്ക് വല്ലാണോ അമ്മയുടെ കൂടെ ഇതുവരെ അഭിനയിക്കാത്തത്? ഇല്ല, അവസരം കിട്ടിയിട്ടില്ല. അല്ല, മോന്റെ അഭിനയം എങ്ങനെയാ? ചേച്ചിനെ കാണുമ്പോ എന്ത് തോന്നിയിട്ടുണ്ട്? നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അഭിമാനമാണ്. കാരണം വെച്ചാൽ ഞാൻ കുറേ വർഷങ്ങളായി വന്നെങ്കിൽ പോലും ഇവൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതലും എന്നെ കൂടെ ശ്രദ്ധിച്ചത് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം വെച്ചാൽ ഇവനാരാന്ന് പലരും തിരക്കി. അപ്പോൾ പലരും ഇങ്ങനെ പറയും സിനിപ്രസാദിന്റെ മകനാന്ന് പറഞ്ഞപ്പോൾ അയ്യോ ആണോ എന്നിങ്ങനെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. അതെ അതെ അതെ, അത് നമുക്കൊരു അഭിമാനമല്ലേ, ഭയങ്കര സന്തോഷം. പക്ഷെ ചേച്ചി എനിക്ക് തോന്നുന്നു ചേച്ചി കുറെ സിനിമകളിൽ അഭിനയിച്ചു, 32 എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. അപ്പം നല്ല ഫെമിലിയർ ആണ് ചേച്ചി. ആണ്, എങ്കിലും ഞാനും ഈ പറഞ്ഞതുപോലെ ഒന്നിലും ഇങ്ങനെ പബ്ലിക്കിലോട്ട് അങ്ങനെയുള്ള ഇന്റർവ്യൂ അങ്ങനെ ഒന്നും ഇങ്ങനെ പോകത്തില്ല. വർക്ക് ചെയ്യും, പോകും, വരും, നമ്മുടെ കാര്യം നോക്കി അങ്ങ് നിൽക്കും. അത് തന്നെയാണ് ഒരു രീതിയിൽ. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് അഭിനയിക്കാതിരിക്കാൻ ചെറുപ്പത്തിൽ അടിയുണ്ടാവും. ഇവൻ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണൊന്നും വേണ്ട, രണ്ടുപേരും രണ്ടായിട്ടൊക്കെ അഭിനയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് അവസരം വന്നിട്ടില്ല ഇതുവരെ? വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാ കുഴപ്പമില്ല, അമ്മയോട് ചെയ്യാനുള്ള പേടിയൊന്നുമില്ലേ? കോമ്പിനേഷൻ വരാതിരുന്നാ മതി. രണ്ടുപേരും രണ്ട് സമയമായ കുഴപ്പമില്ല. അല്ലെ, സ്വാതന്ത്ര്യപരമായിട്ട് എല്ലാരും നിക്കുമ്പോ ചിലപ്പം പറയും, ചിലപ്പോ അത് എനിക്ക് ചിലപ്പോ അവൻ എന്നെ കണക്ക് പറയും, അമ്മ എന്തോ കാണിക്കുന്നതൊക്കെ ചോദിക്കും ചിലപ്പോ. കാരണം അവൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതെ, അപ്പൊ നമുക്ക് ഇതിപ്പോ ഫ്രീ ആയിട്ട് അഭിനയിക്കാമല്ലോ രണ്ടുപേരും രണ്ട് സ്ഥലത്ത്. ഞാൻ ഇവനെ ചിലപ്പം വഴക്ക് പറഞ്ഞിരിക്കും. ശരിയാ, അഭിനയം മോശമായി കഴിഞ്ഞാൽ മോശമല്ല, ചിലപ്പോ ഞാൻ പറയായിരിക്കും എടാ നീ അല്ല ഇവനോട് അങ്ങനെ പറയേണ്ട കാര്യമില്ല, അവനിപ്പോ ശരിക്കും കാര്യങ്ങളെല്ലാം അറിയാം, ഇപ്പൊ ഫീൽഡിൽ നിന്ന് ഇപ്പൊ നമ്മളെ പഠിപ്പിക്കും. അത് പ്രായത്തിന്. ചേച്ചി കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ ചേച്ചിക്ക് മോസ്റ്റ് ഫേവറേറ്റ് തോന്നിയ ഒരു ക്യാരക്ടർ ഏതായിരിക്കും? എനിക്ക് സിനിമയിൽ ഞാൻ ഭ്രമരത്തിലും ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച അത് ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ. ഞാൻ കേട്ടിട്ടുണ്ട് കുറെ പേര് കൈ തരാൻ. അതെ, സത്യം സത്യം, അതൊരു ഭയങ്കര അനുഭവമായിരുന്നു ഭ്രമരം. പിന്നെ ലാസ്റ്റ് ചെയ്തത് ഇപ്പൊ ആമി കമൽ സാറിന്റെ പടം. അതിനുശേഷം പിന്നെ ഒന്നും കൊറോണ ഒക്കെ ആയി, പിന്നെ ഇതുവരെ സിനിമ ചെയ്തു, ഒരു അവാർഡ് ഫിലിം ഇപ്പൊ ചെയ്തു. IFFK ഒരു പടം ഉണ്ടായിരുന്നു, ഏതാണ്? അപ്പുറം. ഷെഡ്യൂൾ നോക്കിയപ്പോഴത്തേക്ക് അപ്പുറം നല്ല നല്ല സിനിമയാണ് കേട്ടോ, നല്ലൊരു സിനിമയായിരുന്നു. അതാണ് ഇപ്പൊ ലാസ്റ്റ്. സ്ക്രീനിങ് പ്രോസസ്സും ഡിഫറെന്റ് അല്ലേ? അപ്പൊ ചേച്ചി സിനിമ സീരിയൽ ഇപ്പൊ ഏതാ വർക്കുള്ളത്? സീരിയൽ ഇപ്പം സൂര്യയില് പ്രേമപൂജ, ബീട്രാക്സിന്റെ വർക്കാണ്. എനിക്ക് ഇത്രയും കാലം അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ക്യാരക്ടർ രാത്രിമഴ എന്നും പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു. അതിനകത്ത് കാർത്തിയാനി, അതായത് കള്ള് കാർത്തിയാനി എന്നറിയപ്പെടുന്നു, നല്ല ക്യാരക്ടറായിരുന്നു. അതുപോലൊരു ക്യാരക്ടർ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അതാണ് എനിക്ക് താല്പര്യം. അത് ഈയിടയിൽ ഒരാളിനോട് ചോദിച്ചു, അതുപോലൊരു ക്യാരക്ടർ കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ കിട്ടിയ നല്ല ക്യാരക്ടറായിട്ടോ പ്രേമപൂജ, നല്ല നല്ല ക്യാരക്ടർ. എന്നാലും അത്രയും പറ്റത്തില്ല. നമുക്ക് മൗനരാഗത്തിലേക്ക് വരാം. മൗനരാഗം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് സ്ട്രീം ചെയ്യുന്നു, എല്ലാ വീടുകളിലും ഒരു വൈകിട്ട് സന്ധ്യാസമയം വെക്കുന്ന ഒരു സീരിയലൊന്ന് അത് തന്നെയാണ്. അതിലൊരു എന്താണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത്. കല്യാണി ഇപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ നേരത്തെ ഒരു നെഗറ്റീവ് റോളാണ് ഇത് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു റോളിൽ നിന്നെടുത്ത് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. എന്ത് രീതി? നെഗറ്റിവിറ്റി റോൾസ് നമ്മൾ ചെയ്യുമ്പോൾ ആക്ടിങ്ങിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഉപകാരപ്പെടും. ഞാൻ അതേപോലെ ഇപ്പോൾ ഒരു പോസിറ്റീവ് റോള് ഞാൻ ചെയ്യുന്നുണ്ട് വേറെ സീരിയലിൽ. എനിക്ക് അവിടെ പോയി വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല.
നെഗറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേരിയേഷൻസും കാര്യങ്ങളും ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാൻ പെർഫോമൻസ് ചെയ്യാം, ഒരുപാട് നമുക്ക് അറിയാൻ പറ്റും, അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. നെഗറ്റീവ് റോൾസിനോട് ഒരു താല്പര്യമുണ്ട്, ഇനിയും ചെയ്യാനും അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ശരിക്കും ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് കൊടുക്കാൻ പെർഫോമൻസ് കൊടുക്കാൻ നെഗറ്റീവ് ഇല്ല. അതെ നെഗറ്റീവ് റോൾസ് ആണ്, അത് ഉപകാരപ്പെടുന്നുണ്ട്. ആണ് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ നെഗറ്റീവ് ആണ് എനിക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും തോന്നുന്നു? അങ്ങനൊന്നുമില്ല. ഞാൻ ഏഷ്യാനെറ്റിൽ ഒരാൾ വിളിച്ചിട്ട് ഏഷ്യാനെറ്റിൽ ഇതേപോലെ ഉണ്ട്, ഞാൻ ആ ടൈമിൽ ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ഞാൻ ചെയ്ത സീരിയലിനകത്തൊക്കെ ക്യാരക്ടർ ഉണ്ടെന്നേ ഉള്ളതിൽ, അല്ലാണ്ട് അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഏഷ്യാനെറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു റോളെന്ന് പറഞ്ഞപ്പോൾ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഞാൻ ചോദിച്ചൊന്നുമില്ല. ഞാൻ 2ാമത്തെ ദിവസം കൊണ്ട് വരാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, വന്നത് നന്നായി. ആ സീരിയലിലൂടെയാണ് അവന് ഇത്രയും സത്യം കണ്ടോ? എനിക്കൊന്നും എല്ലാവർക്കും അറിയാം. നമുക്കിപ്പം ചിലർക്ക് പേരറിയില്ലായിരിക്കും, പക്ഷെ കാണിച്ചു കഴിഞ്ഞാൽ അറിയാം. ഓ ഇത് ഇന്റർവ്യൂവിനകത്ത് ഇപ്പൊ എന്നെ ഇതിനകത്ത് കൂട്ടത്തിൽ വിളിച്ചിരുത്താനുള്ള മെയിൻ കാരണം മൗൻറ്റാകം തന്നെ. ഒരു ഗണപതിയുടെ ഒരു ക്യാരക്ടർ എനിക്കറിയാം, ബാലഗണപതിയുടെ. അതില്ല ഞാൻ ചെറിയ പ്രായത്തിലാണ് തുടങ്ങിയത് അങ്ങനെയല്ലേ, തുടക്കം അതിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധ വന്നത് ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴാണ്. സീരിയലും സിനിമയല്ലേ ഇനി താല്പര്യം, എങ്ങനെയാണ്? അതെ, സിനിമയോട് താല്പര്യമുണ്ട്. പിന്നെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് റിലീസ് ആകാൻ പോകുന്നു. എനിക്കറിയാം. അതിനകത്ത് ഒരു ചെറിയ ക്യാരക്ടർ, സുധീർ കരമനയുടെ മോനായിട്ട് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയായിരുന്നു നേരത്തെ ഇഷ്ടം, പിന്നെ സീരിയലിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ എപ്പോഴും സീരിയലിൽ പോകുന്നതുകൊണ്ട് പിന്നെ എല്ലാം അറിയാം. അപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടമെന്ന് പറയും, പക്ഷെ അത് സീരിയലാണ് ആദ്യം വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിനെ കളയണ്ട, പോയി ചെയ്യാം. അപ്പോൾ നല്ലതായി, അതുകൊണ്ട് ഇവനെ അറിയപ്പെട്ടു. സിനിമ ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ വീട്ടിൽ ഇരിക്കും, ചിലപ്പോൾ കിട്ടണമെന്നില്ല, അൺസർട്ടൺ ആണ്, നമുക്കൊന്നും പറയാൻ കിട്ടി അത്രയേ ഉള്ളൂ. സീരിയലാകുമ്പോൾ പിന്നെ എങ്ങനെയായാലും നമുക്കിപ്പം ജനങ്ങളെ നമ്മളെ ഏറ്റെടുക്കണം, ഇപ്പൊ ക്യാരക്ടറിലൂടെ ഏറ്റെടുത്ത്. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴും ഒരു പെണ്ണ് ഇവിടെ വെഞ്ഞാറമൂടുള്ള മോനെ അന്വേഷിച്ചെന്ന് പറയണേ, മോനെ ഭയങ്കര ആക്ടിങ്, ഭയങ്കര ആക്ടിങ്, മോനെ അന്വേഷിച്ചെന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞു. അവർക്കെല്ലാം എല്ലാവരും കാണുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് അവനെ, എല്ലാവർക്കും ഇഷ്ടമാണ്. ചേച്ചി ആണെങ്കിൽ അമ്മ എന്നുള്ള രീതിയിൽ ഉപദേശങ്ങളൊക്കെ തരാറുണ്ടോ? ഉപദേശങ്ങളൊക്കെ ഒരു 5-6 വർഷം മുമ്പ് നിർത്തി. ഉപദേശങ്ങളല്ല, കാര്യങ്ങളൊക്കെ പറയും. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാറുണ്ട്. പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് നോട്ട് ചെയ്തത് പേരാണ് ഭയങ്കര ഡിഫറെന്റ്, കല്യാൺ ഖന്ന. എന്താണ് അത് ഇടാനുള്ള കാരണം? അച്ഛനാണ് പേരിട്ടത്. അച്ഛൻ ആയിരിക്കുമല്ലോ. അപ്പോ ആ സമയത്ത് എന്താ വ്യത്യസ്തമായിട്ട് നമ്മളെ എല്ലാ കുട്ടികൾക്കും മകേഷ്, സുമേഷ്, സന്തോഷ് കേക്ക് നമുക്ക് ഏത് സന്തോഷ്, ഏത് സുമേഷ്, ഇങ്ങനൊരു ചോദ്യം വരും. അപ്പം നമ്മൾ പറഞ്ഞു നമ്മളെ പിള്ളേർക്ക് അങ്ങനെ വേണ്ട, ഒരു പേര് വെറൈറ്റി ആയിട്ട് ആർക്കും ഇല്ലാത്ത പേര്. അതപ്പോൾ അങ്ങനെ അതിന് വേണ്ടി 2 പേർക്ക് ഇട്ടതാണ്. മൂത്തതിന്റെ പേര് കലേഷ് ഖന്ന, ഇത് കല്യാൺ ഖന്ന. അതൊരു സംഭവമാണ്, എല്ലാവരും ചോദിക്കും എന്നോട്. എന്റെ സ്കൂളിലൊക്കെ പഠിക്കാൻ ചിലപ്പോൾ ഈ കല്യാൺ സിൽക്സ് നിന്റെ ആണോടാ, ഈ കല്യാൺ ജുവൽസ്. എനിക്ക് സ്കൂളിൽ പോകാൻ നോർത്ത് ഇന്ത്യ ബേസ് എന്തെങ്കിലും കാണുമായിരിക്കും, ബന്ധം കാണുമായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. ഒന്നുമില്ല. ഇവന്റെ അച്ഛന്റെ ജ്യേഷ്ഠൻ പിന്നെ ബോംബെയിലൊക്കെ ആയിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇനി രബീഷ് ഖന്ന അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് ആ പേര് ഇഷ്ടമായിരുന്നു, അത് കേക്ക് ഖന്ന ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇടാൻ കാര്യം. അത് ഉരുത്തിരിഞ്ഞത് അവിടുന്നാ. ആണ് നമ്മുടെ കാരിച്ചാലിലെ. മനസ്സിലായി. ചേച്ചിയോട് ഞാൻ ചോദിക്കാൻ പോവാ, മോന് റിലേഷൻഷിപ്പും പ്രണയവും കാര്യങ്ങളും ഒക്കെ വരാറില്ലേ? ചേച്ചിയോട് പറയാറുണ്ടോ അതോ കണ്ടുപിടിക്കാറുണ്ടോ? എന്നോട് അങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല. ഇവന്റെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഒരു പ്രണയം ഒന്നും ഞാൻ കണ്ടിട്ട്, എല്ലാവരും ഒരുപോലെയൊക്കെയാണ്. പ്രണയം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടോ. ഞാൻ കുഞ്ഞിലെ പൂർണ്ണമായിട്ട് സക്സസ് അങ്ങനെയില്ല. ഞാൻ കല്യാണക്കാരി ഒന്നും പറയാം, അയ്യോ കല്യാണം ആർക്ക് വേണം, എനിക്ക് കല്യാണം വേണം, അതൊക്കെ അതൊന്നുമല്ല. അതൊക്കെ ഒരു സമയത്ത് പറയുന്നത്. അങ്ങനൊന്നും ഞാൻ ഇപ്പൊ അങ്ങനെ പറയത്തില്ല. ഇപ്പൊ ഞാൻ അങ്ങനല്ല, ഇങ്ങനല്ല പുച്ഛിച്ചോണ്ടല്ല പറയുന്നത്. ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കണ്ട, അതിൻ്റെതായിട്ടുള്ള സമയമൊക്കെ ഉണ്ടാവും. അന്നേരം വേണമെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ അതിനെപ്പറ്റി ആലോചിക്കാന്ന് പറഞ്ഞു. സമയമായോ? എന്നിട്ട് സമയമായിട്ടില്ല. എന്ത് സമയം? കുഴപ്പമില്ല, നോക്കുന്നൊന്നുമില്ല. ഇപ്പൊ ഇല്ല, ഒരു 30 വയസ്സ്. ഇവന് പഠിത്തം കഴിഞ്ഞിട്ടൊരു പഠിച്ചോണ്ടിരിക്കുകയും കൂടെ അല്ലേ, അപ്പൊ അതും കൂടെ കഴിഞ്ഞ് അതുകൊണ്ടാണ് പഠിത്തം നിർത്താൻ. ഇവന് അല്ലെങ്കിൽ കല്യാണത്തോട് അങ്ങനെ 3 വർഷം കഴിഞ്ഞ് താല്പര്യമില്ല. ഇവൻ പറയും ഞാൻ അങ്ങനെ കല്യാണം ഒരാളെ കഴിച്ചാല് ഒരുപാട് പ്രശ്നം ഉണ്ടാകും, കാരണം ഒരുപാട് പെമ്പിള്ളാർ ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട്.
ഞാൻ അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. ദിവസം എന്നോട് പറഞ്ഞു അതല്ല അതുകൊണ്ടല്ല. ഞാൻ ഇവരുടെ അടുത്തുനിന്ന് മുന്നിൽ പോകാൻ തമാശാപരമായിട്ട് ഇവരുടെ അടുത്തുനിന്ന് ഇതിനകത്തുനിന്ന് സ്കിപ്പ് ആവാൻ വേണ്ടി ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന, അല്ലാണ്ട് വേറൊന്നുമല്ല. നമ്മെ കൊല്ലും. അല്ല എന്നോട് ഒരിക്കൽ പറഞ്ഞതാ, ഈ പെൺപിള്ളേരെല്ലാം കൂടെ ഒടുവിൽ എന്റെ തലയ്ക്ക് വന്ന് കയറാൻ. ഇതാകുമ്പോ എല്ലാരും ഉണ്ടല്ലോ, അവരോട് ഇഷ്ടമാണ് ഇവരോട് ഇഷ്ടം. എന്നിട്ട് ഈ കൊറേ പേരുണ്ടെങ്കിലും അതിൽ ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ റിലേഷൻഷിപ്പ്? കുറെ പേരൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാ തമാശക്ക് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞത്. കുറെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല. ആരും ഒരു എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയാനൊന്നും അങ്ങനല്ലേ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഈ പറയുന്ന ലേഡീസും ഉൾപ്പെടും, ബോയ്സും ഉൾപ്പെടും. അല്ല ഞാൻ ഇവനോട് ചോദിക്കാതിരിക്കുമായിരുന്നു, നീ ആരെങ്കിലും മനസ്സിലുണ്ടോ, നമുക്കറിയില്ല പിള്ളേരുടെ കാര്യമില്ല, അല്ലെ ആരെങ്കിലും പെൺപിള്ളേർ ചോദിച്ചോ? നല്ല അല്ല ഞാൻ ഇവനോട് ചോദിക്കാതിരിക്കുവാ. ഇവനിങ്ങനെ ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എന്തായാലും ഒരു പെണ്ണ് വേണമല്ലോ. അപ്പം ഞാനിങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ പറയാം, അമ്മ എന്നോട് ചോദിക്കാതെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കും. അതുകൊണ്ട് ചോദിക്കാതിരിക്കുവാ ഞാൻ. ഇവിടെ വെച്ച് നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിക്കാൻ തോന്നുന്നു. അതെ അല്ല ഒപ്പിച്ചു വന്നിട്ട് ഞാൻ അതിലെല്ലാം അടുപ്പിച്ചു കൊണ്ടുവരുമ്പോഴേ അമ്മ ആരോട് ചോദിച്ചിട്ട് അമ്മ എങ്ങനെ നമ്മുടെ സമയം പോകും. ഇല്ലേ, അപ്പൊ അതുകൊണ്ട് ചോദിച്ചിട്ട് ആലോചിക്കാനിരിക്കുക. ഇപ്പൊ ഈ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എവിടെന്നെങ്കിലും ഒരു സമയം വന്ന് ചേരും. ആ സമയമില്ല, ഇതൊക്കെ ടൈമുണ്ട്. ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ടൈമേ അല്ല. നമുക്കിപ്പോ ഇവിടെ ഫോക്കസ് ചെയ്യാം, അഭിനയവും കലയും ഒക്കെ ആയിട്ട് ഒന്ന് ക്ലിക്കായി വരാം. ഇപ്പൊ നമ്മൾ കുറെ സംസാരിച്ചു, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗെയിം കളിക്കാം. നമ്മുടെ പുതിയ സെഗ്മെന്റായി ഊരാക്കുടുക്കിലേക്ക് പോവാം. ചേച്ചി ഞങ്ങളുടെ പുതിയ സെഗ്മെന്റാ, കടങ്കഥയാണ് ബേസിക്കലി. കുറച്ച് ചിരിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് ചിരിക്കാം. കുറച്ച് ചോദ്യങ്ങളാ ചോദിക്കട്ടെ. ചേച്ചി എലി വിഷം കഴിച്ചാൽ നമ്മൾ മരിക്കും, മനുഷ്യന്മാര് മരിക്കും? ഒരിക്കലും ഇല്ല, എലിയെ മരിക്കും. അതെന്തുകൊണ്ടാ? അതല്ലേ അതാണ് കറക്റ്റ്. അതെന്തുകൊണ്ടാണ്? എലിയല്ലേ വിഷം കഴിച്ചത്? നമ്മൾ ചേച്ചി ഇത് വായിക്കാറുമല്ലോ. ഒരിക്കലും ഇല്ല, എനിക്ക് പെട്ടെന്ന് ഞാൻ ആലോചിച്ചു, കൊള്ളാമല്ലോ അമ്മ കൊള്ളാം. ഇനി ഓക്കെ, ബോയ്സ് ലെഫ്റ്റ് ഹാൻഡിൽ കൈ കിട്ടും, ഗേൾസ് റൈറ്റ് ഹാൻഡിൽ കൈയല്ല സോറി ലെഫ്റ്റ് ഹാൻഡിൽ വാച്ച് കിട്ടും, ഗേൾസ് റൈറ്റ് ഹാൻഡിൽ വാച്ച് കിട്ടും. അതെന്തുകൊണ്ടാ? അതെന്താ, അത് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ എനിക്കറിയില്ല. എന്തോ ആണുങ്ങള് ലെഫ്റ്റ് ഹാൻഡിലാണ് വാച്ച് കിട്ടുന്നത്, പെണ്ണുങ്ങൾ ഇതേ ഞാൻ കിട്ടിയ പോലെ റൈറ്റ് ഹാൻഡിലാണ് വാച്ച് കിട്ടുന്നത്. എന്തുകൊണ്ടാ അറിയോ? സോറി ഞാൻ പറയാം. ചേച്ചിക്ക് പറയാം. ഒറ്റ പ്രാവശ്യം ചോദ്യം പറഞ്ഞു. ആണുങ്ങള് ലെഫ്റ്റ് ഹാൻഡിലാണ് വാച്ച് കിട്ടുന്നത്, പെണ്ണുങ്ങള് റൈറ്റ് ഹാൻഡിലും. കെട്ടാനുള്ള വശം കൊണ്ടാ. അല്ല പറയട്ടെ, ഗേൾസ് ആർ ഓൾവേസ് റൈറ്റ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചത്. നമുക്ക് വെറും വയറ്റിൽ എത്ര പൊറോട്ട കഴിക്കാം? വെറും വയറ്റിൽ പൊറോട്ട കഴിക്കാൻ പറ്റില്ല. പക്ഷെ ആരും ഒന്നും കഴിക്കത്തില്ലേ? വെറും വയറ്റിൽ എത്ര പൊറോട്ട കഴിക്കാം? വെറും വയറ്റിൽ എത്ര പൊറോട്ട കഴിക്കും എന്നല്ലേ ക്വസ്റ്റ്യൻ? അത് തന്നെ വരുമോ, എന്ത് ലെവലിലേക്ക് വരുമോ? അപ്പൊ നമുക്ക് കുറച്ച് ലോജിക്കൂടെ കിട്ടങ്ങ് ആലോചിച്ചാൽ മതി, അപ്പൊ ചിലപ്പോ കിട്ടും. ഇല്ലേ? പറയട്ടെ, ഒരു പൊറോട്ട ഒന്ന് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് വെറും വയറല്ലല്ലോ. ഇത് നമ്മുടെ തെറ്റാ. നല്ല ക്വസ്റ്റ്യൻ. അത് നല്ലായിരുന്നു, തീരെ അങ്ങ് താഴെ പോയില്ല. കലണ്ടറിൽ കാണുന്ന അസുഖം എന്താ? അറിയായിരുന്നല്ലേ? അറിയായിരുന്നു. ഒരു ക്ലൂതാ. ഇംഗ്ലീഷ്. എനിക്കറിയായിരുന്നു കേട്ടോ, ഞാനത് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ടോ? ഞാൻ ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഈ ഇങ്ങനെ ഓരോന്നും കാണാം, അപ്പോൾ ഈ സാധനം ഇവിടെ ഞാൻ വായിച്ചിട്ട് ലൊക്കേഷനിലൊക്കെ ഇതൊക്കെ ചിലപ്പം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മള് കടങ്കഥയാ ലൊക്കേഷനിൽ പറയുന്നു. ഞാൻ ടൈമർ വെക്കും. പറഞ്ഞു പോയി കയ്യിന്ന് പോയി. മന്ത്. മനസ്സിലായോ? അത് ഇംഗ്ലീഷാന്ന് പറഞ്ഞു, എനിക്ക് ഇപ്പൊ കിട്ടിട്ട്. ഇനി കാക്ക ഇരിക്കുന്ന ആൽഫബറ്റ് ഏതാ? ഇംഗ്ലീഷ് ആൽഫബറ്റ് കാക്ക ഇരിക്കുന്ന അക്ഷരമാ. ആലോചിക്ക്, A to Z ആലോചിച്ചോ, അത് കിട്ടും. എനിക്ക് കിട്ടത്തില്ല, ചിലപ്പോൾ ഇവന് കിട്ടുമായിരിക്കും. ഇവന് കുറച്ചും കൂടെ പിള്ളേരല്ലേ. ഇല്ല, ചേച്ചിക്ക് A to Z അറിയത്തില്ലേ? കിട്ടും, ചിലപ്പോ ചേച്ചിക്കായിരിക്കും കിട്ടാൻ ചാൻസ്. ഇവനെ കേട്ടില്ലേ? നോക്കാം. എച്ചിലാണോ? എങ്ങനെ അറിയാം?
എച്ചിലാണോ? അന്ന് സെറ്റ് വെച്ച് പറഞ്ഞ ഇതിൽ ഇതുണ്ട്. ആണ് ശരിയാ. എച്ചില്. ആ സെറ്റ് വെച്ച് പറഞ്ഞപ്പോ ഇതുണ്ടായിരുന്നു. എച്ചില്. ഞാനൊന്ന് തള്ളി അവിടെ. ഓക്കെ. ഇനി 4 4 കൂട്ടുമ്പോ 9 ആവുന്നത് എപ്പോ? 9 ആവുന്ന എപ്പോ? വന്നോ വന്നോ, അങ്ങോട്ട് വന്നോ, കുറച്ചുകൂടെ ഒരുപാട് ബുദ്ധി ഉപയോഗിക്കണ്ട. 4 4 കൂട്ടുമ്പോ 9 ആവുന്ന എപ്പോ? സിമ്പിളാ. ഒന്ന് ബുദ്ധിയുള്ള ആളല്ലേ, അങ്ങോട്ട് പറ. പറയാം, കണക്ക് തെറ്റുമ്പോ. ഇത് കുസൃതി ചോദ്യ, കടങ്കഥയല്ല ഇത്. എന്നാ കുസൃതി ചോദ്യം. 2 എണ്ണം കഴിഞ്ഞപ്പോ മനസ്സിലായില്ലേ കുസൃതി ചോദ്യം? ഇല്ല, ഇതില് നമ്മൾ ചിലതില് ബുദ്ധി ഉപയോഗിക്കണം, ചിലതില് വേണ്ട. നമുക്ക് ഏത് രീതിയിലും. ഓക്കെ, ഇനി കുറച്ച് ബുദ്ധി ഉപയോഗിക്കുന്ന ചോദിക്കാം. ഡാഡി മമ്മി ആവുന്ന സ്ഥലം ഏതാ? ഡാഡി മമ്മി ബെഡിലാണോ? ബെഡിലാവുന്നല്ലോ. മറ്റേ പിരമിഡ് ഒക്കെ ഉള്ള പിരമിഡ് ഈജിപ്തിലെ ഈജിപ്റ്റ്. മമ്മി. അത് തന്നെ, അത് തന്നെ. ഈജിപ്തില്. ഓക്കെ. ഇത് എവിടുന്ന് പഠിച്ച്? പഠിക്കുന്നൊന്നുമല്ല, ഫോൺ നോക്കിയല്ലേ പറയുന്നത്. ഇത് ചുമ്മാ ഫോണിൽ വരത്തില്ല. ഞാൻ ഇനി കുറച്ച് ബുദ്ധി ഉപയോഗിക്കാം. ഇനി തിന്നാൻ പറ്റുന്ന നിറം ഏതാ? തിന്നാൻ പറ്റുന്ന നിറം ആപ്പിളാണോ? ആപ്പിള് തിന്നാൻ പറ്റുമോ? ഓറഞ്ച്. സോറി ഓറഞ്ച് നിറം നിറമാണോ ആ പറഞ്ഞത്? ഓറഞ്ച്. ഓറഞ്ച്. ആപ്പിൾ ഒരു ക്ലൂ ആയില്ലേ? ഓഹോ. ചേച്ചി ഇട്ട് തന്നു, അവിടെ നിന്ന് പിടിച്ചു. ഓക്കെ, എങ്ങനെയുണ്ട് ഇത്? ഈ സെഗ്മെന്റ് ഇഷ്ടപ്പെട്ടോ? ഇത് കൊള്ളാം. കൊള്ളാവോ? കഴിയാറായി. ഇങ്ങനത്തെ എവിടെങ്കിലും പരിപാടിക്ക് പോകുമ്പോ കുറച്ച് പഠിച്ചു വെച്ചോണ്ടോ പോവാൻ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ. ആണോ? ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷ. സർപ്രൈസ് ആയി പോയില്ലേ? നമ്മൾ രണ്ടുപേരും ഒന്ന് വിളിച്ചോണ്ട് ഈ ബുദ്ധിമതി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ അറിയുന്നില്ല. ഇനി ചേച്ചി, നമ്മുടെ ഷോയുടെ പേരെന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോ കേട്ടായിരുന്നു. ടേണിംഗ് പോയിന്റ്. ടേണിംഗ് പോയിന്റ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരും ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെയാണ് പരിപാടി വരുന്നത്. അതുപോലത്തെ 2 പേരാണ് നമ്മുടെ ഗസ്റ്റ് ഇന്ന്. അപ്പം നിങ്ങളുടെ ലൈഫിൽ കുറേ ടേണിംഗ് പോയിന്റ്സ് ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുന്നതും ബാക്കി ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആവുമെന്ന് തോന്നുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ലൈഫിൽ എന്താ? 2 പേരുടെയും കഥ കേൾക്കണം എനിക്ക്. എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാലഗണപതി എന്ന് പറഞ്ഞ സീരിയലിൽ എനിക്കതിന് മുമ്പ് അഭിനയ ഈ ഫീൽഡിനോടെ താല്പര്യമില്ലായിരുന്നു. എനിക്ക് വേറെ ചിന്തകളും ഇതൊക്കെയായിരുന്നു, പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ആനിമേഷൻ പഠിക്കാൻ ടെക്നോ പാർക്കിൽ പോയി, അന്നേരം ഒന്നും ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നു ബാലഗണപതിയുടെ. അതിൻ്റെ ഒരു ഓഡീഷന് പോയി. അപ്പോൾ അവിടെ ഓഡീഷന് പോയത് കാരണം ഓഡീഷന് കൊണ്ടുപോയത് ഞാൻ. അതെ, കൊണ്ടുപോയ കഥ പറഞ്ഞ അന്തം വിടും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പറയാൻ പറ്റുമോ? പിടിച്ചോണ്ടാ പോയത്. പിടിച്ചോണ്ട് തന്നെ കൊണ്ടുപോയി. ഒരു ഷോപ്പിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയതാ. അപ്പൊ അവിടെ എന്നിട്ട് ഇങ്ങനെ ഒരാൾ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പയ്യൻ നല്ല ആളുമായിട്ട് ഞാൻ ഇപ്പോഴും ലുക്കുള്ള പയ്യൻ, സീരിയലിലൊക്കെ അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞ അവനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കാന്ന് പറഞ്ഞു. ഞാനങ്ങ് കൊണ്ടുപോവാ രാവിലെ ഹാരിസൺ സാറിന്റെ അടുത്ത് പിടിച്ചുകൊണ്ട്. ഇവൻ താല്പര്യമൊന്നുമില്ല, ഞാൻ കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഞാനങ്ങ് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇപ്പം ഞാൻ ഹാരിസൺ സാറിനെ എനിക്ക് നേരത്തെ അറിയാം. അപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ മോനെ അങ്ങോട്ട് വരൂ സിനി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെന്ന് സ്റ്റുഡിയോയിലോട്ട് ചെന്ന് കയറിയത്. ചെന്നപ്പോൾ സാറോട് സിനിപ്രസാദ് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് ഇവനെ കൊണ്ട് അടുത്ത് കുഞ്ഞാവനെ അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോൾ സാർ പ്ലസ് വണ്ണിലെ കാര്യം പറയുന്നത്. പ്ലസ് വണ്ണൊന്നും ആയില്ല, പ്ലസ് വണ്ണിലെ ആ സമയത്ത് കുഞ്ഞായിരിക്കുമല്ലോ. എനിക്കങ്ങനെ കുഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ സാർ ഇരിക്കുന്നത് സാർ ചോദിച്ചു, അല്ലെ പിടിച്ചു വലിച്ചോണ്ടായത് പ്ലസ് വണ്ണിലായിരുന്നു? അല്ല പ്ലസ് വണ്ണിലല്ല, നീ 9ാം ക്ലാസ്സിലാണ് കണ്ടു പഠിക്കുമ്പോഴാ നിക്കർ യൂണിഫോം ഒക്കെ ഇട്ടല്ലേ നീ അഭിനയിച്ചേ? അല്ല യൂണിഫോം നിക്കറും ഷർട്ടും ഒക്കെ ഇട്ട് യൂണിഫോം ഷൂ ഒക്കെ ഇട്ടാണ് അവിടെ കൊണ്ടുപോയത്. പ്ലസ് 1 ഒന്നും അല്ല. പോ 10ലോ 9ലോ 10 ഇല്ല, അത് വഴക്കൊന്നും അല്ല. അങ്ങനെ സമ്മതിക്കത്തില്ല ചില കാര്യങ്ങൾ. അങ്ങനെ അവിടെ ചെന്നപ്പോ സാറ് പറഞ്ഞു, എനിക്ക് മോനെ എന്തെങ്കിലും നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ സ്കൂളിൽ അങ്ങനെ മോണാക്ട് ഒക്കെ ചെയ്തു. മോണാക്ട് ചെയ്തത് എന്തിനാ? 10ാം ക്ലാസ്സിൽ ജയിക്കുമ്പോ മാർക്കിന് ഇനി അഥവാ ഒരു ജില്ല കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഗ്രേഡും കൂടെ കിട്ടിയോ?
ഇല്ല എനിക്ക് ജില്ലയിൽ തേർഡായിരുന്നു. തേർഡ് കിട്ടി. അപ്പൊ അതിനകത്തെ എന്തെങ്കിലും അതല്ല എന്തേലും ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവനൊന്നും ഐഡിയ ആടുജീവിതമായിരുന്നു. അപ്പൊ അതങ്ങനെ ചെയ്തു. അത് ചെയ്തു ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞു അതിന് ഇപ്പം അതവിടെ ഇരിക്കട്ടെ, ഒരു ദേഷ്യപ്പെടുന്നൊരു പാവം എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവൻ എന്നോട് ചോദിക്കും അതോ കാണിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, എന്നോട് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുത്തില്ലേ, അതുപോലെ അങ്ങ് ദേഷ്യപ്പെടാൻ പറഞ്ഞു. ഇവന് ഉടനെ അത് പെട്ടെന്ന് ഓർമ്മ വന്നു. ചാടി സാറിൻ്റെ അടുത്തൊരു വന്നു ഏട്ടാ സ്വഭാവം സാറ് മതി 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 എന്ന് പറഞ്ഞു. എൻ്റെ നാളെ രാവിലെ മോന് മതി യൂണിഫോം വേണം, നിക്കർ വേണം, യൂണിഫോം വേണം, ഈ മുടിയൊക്കെ വെട്ടി ഒക്കെ സെറ്റാക്കി കൊണ്ടുവരണം, ഷൂ മേടിക്കണം. ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയി. ഇതെല്ലാം രാത്രി മേടിച്ചു, പാളയത്ത് പോയി എല്ലാം മേടിച്ചിട്ട് രാവിലെ ഷൂട്ടിന് വിട്ടു. അങ്ങനെയാണ് ഇവന്റെ തുടക്കം. അപ്പൊ ഞാൻ പറഞ്ഞില്ല കാര്യം. അപ്പോൾ ഞാൻ ഇതിന് പോയി ചെന്നിഷ്ടപ്പെട്ട എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലിലേക്ക് ഒരുപാട് കുറ്റവും ഞാൻ കാണത്തില്ലായിരുന്നു. അല്ല ഇപ്പോഴും കാണാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ആ ഒരു പാറ്റേണിനോടെ വലിയ താല്പര്യം ഇല്ലായിരുന്നു ആ ടൈമിൽ. ഇത് ചെയ്ത് നമ്മളൊരു ആ ഫീൽഡിലേക്ക് ചെന്നു, അത് അവരെ പറ്റി അറിഞ്ഞു, എന്താണ് സംഭവം എന്ന് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അപ്പോൾ പതുക്കെ ഇഷ്ടം തുടങ്ങി. അങ്ങനെ ഇഷ്ടം തുടങ്ങി. പിന്നീട് ഇതിനൊരു നല്ല ഇപ്പം സീരിയലിനെ കുറിച്ച് പുറമേ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും അതെന്താ ഇങ്ങനെ. ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനേ ശ്രമിക്കത്തുള്ളൂ. അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. എനിക്ക് ഇഷ്ടമാണ്, അവരും ഇഷ്ടപ്പെടണം. അങ്ങനല്ല, ഒരിക്കലും അല്ല. വെറുക്കരുത്, ഇഷ്ടപ്പെട്ടില്ലേ വെറുക്കരുത്, അത്രേ ഉള്ളൂ. കുറ്റം പറയരുത്. കാരണം അത് വേറെ ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു 10-30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണല്ലോ. അപ്പോൾ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്കിപ്പം അഭിനയത്തിനോട് പിന്നെ ഒരുപാട് ഇഷ്ടം തുടങ്ങി. അഭിനയത്തിനോട് ഭയങ്കര പാഷൻ തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അതെന്താണെന്ന് മനസ്സിലാവാതെ കുറ്റം ഞാൻ പറഞ്ഞു കിടന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ പാഠമായിരുന്നു എനിക്ക്. എന്തായാലും നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് വേണം എന്തിനെപ്പറ്റി ഒരു മോശം കാര്യം പറയുക എന്നുള്ളത്. അതാണ് എനിക്ക് ഒരു നല്ലൊരു പാഠം. അത് വലിയൊരു പാഠം തന്നെയാണ്. അത് എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കാറുമുണ്ട് അതിനെപ്പറ്റി. ജനറേഷൻ ആൾക്കാർ പഴയ പോലെയല്ലല്ലോ, ഒരിടത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ഓൺ ആയി. ഇപ്പൊ അവർക്ക് മെയിൻലി കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവനെ പല സ്ഥലത്തും നമ്മൾ പഠിപ്പിക്കാനൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ട്. ബികോമിനെ കൊണ്ടുവിട്ടൊന്നും പോത്തില്ല. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കാൻ പോയതും പൂർത്തീകരിക്കുന്നതും അഭിനയിക്കാൻ പോകുന്ന കാര്യം. പൂർത്തീകരിക്കാൻ ഒരു വർഷം കൂടെ ഉണ്ട്. പൂർത്തീകരിക്കുമല്ലോ. രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു, കിടന്നും കുറഞ്ഞു, ക്ലാസ്സിൽ പോകാനും ഭയങ്കര ബഹളം. പക്ഷേ ഈ ഷൂട്ട് തുടങ്ങിയതിന് ശേഷം 5 മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞാലും 6 മണിക്ക് എങ്ങനെ ഞാൻ വിളിക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി എണ്ണിട്ട് കുളിച്ച് റെഡിയായി. ഞാൻ ഉണർന്ന് വരുമ്പോൾ കല്യാണില്ല പോയോ. മനസ്സിന്റെ ഇഷ്ടമാണത്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ അറിയാതെ നമ്മളിതെല്ലാം അവൻ അങ്ങനെ ഇഷ്ടമുള്ളൊരു ജോലിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായി. നിർബന്ധിച്ച് നമുക്ക് ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ ജോലിയിൽ അവന് ഇഷ്ടമാണ്. അവനെ ആരും വിളിക്കുകയും വേണ്ട, വഴക്കുമില്ല, ഒന്നുമില്ല, അങ്ങ് പോയിക്കോളൂ. നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അതിലവന് സന്തോഷമായി അതിൽ. ഇതുപോലെ തന്നെ ചേച്ചിയുടെ ലൈഫിലും കാണുമല്ലോ ഒരു ടേണിംഗ് പോയിന്റ്. എനിക്ക് ഇപ്പൊ ഒരുപാട് വർഷങ്ങളായില്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞു. അഭിനയം എന്നല്ല, നമ്മുടെ ജീവിതത്തില് ഏത് രീതിയിലും അല്ല. എനിക്ക് അഭിനയം ശരിക്കും പറഞ്ഞാൽ ഈ മോൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ഒരു മോഹത്തിലൊന്നും ഒന്നുമല്ല. പക്ഷെ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കൂട്ടത്തിൽ പാട്ടും ഡാൻസും നാടകവും സ്കൂൾ നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ അന്നേ ഇഷ്ടമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റും. ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ചെറിയ നാടകങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ TV പ്രോഗ്രാമിലേക്ക് വരാനൊരു കാരണം. അത് വന്നിട്ട് ചേച്ചി നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് ലെസണോ അല്ലെങ്കിൽ അവര് ഉപദേശം എന്നല്ല പറയാൻ ആഗ്രഹിക്കുന്ന എന്തായിരിക്കും ലൈഫിൽ അവർ നോക്കണം എന്ന് പറയുന്നത്? അവരോ ഭീമൻ പറഞ്ഞതുപോലെയാണോ? കുറച്ച് സാഹിത്യപരമായിട്ട് നമുക്ക് പിടിക്കാം, നോക്കാം എവിടെ പോകുന്നത്. അങ്ങനെയല്ല. ഈ അഭിനയം എന്ന് പറയുന്നത് ചിലരുടെ വിചാരം ഭയങ്കര ഈസിയാണ്. വലിയ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ TV-യിൽ ഇങ്ങനെ വന്ന് കാണുമ്പോഴത്തേക്ക് അവർക്കും ആഗ്രഹങ്ങളുണ്ട്, അയ്യോ ഞങ്ങൾക്കും കൂടെ അങ്ങനെ അഭിനയിക്കാം. പക്ഷേ നമ്മൾ ആ മേഖലയിൽ എത്തിപ്പെടുമ്പോഴേ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട് ഇതിനകത്ത്. ചെറിയൊരു കാര്യമല്ല ഈ അഭിനയം എന്ന് പറയുമ്പോൾ. ചുമ്മാ അങ്ങ് പറഞ്ഞാൽ തീർക്കാം, അങ്ങനെയല്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമുക്ക് എന്തും ആഗ്രഹിക്കാം, പക്ഷെ കിട്ടണമെന്നില്ല. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണാതിരിക്കുക, അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിനും ഉണ്ട് അതിൻ്റെതായ റിസ്ക്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ 100 കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ യൂട്യൂബിനകത്തെടുത്ത് ഈ കമൻറ്റ്സ് നോക്കിയാൽ അറിയാം. വെറുതെ വീടിനകത്ത് തിന്ന് സുഖിച്ച് ഇരിക്കുന്ന പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഈ വരുന്ന ആർട്ടിസ്റ്റുകൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു പോയാൽ രാവിലെ പോയി
മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം മേടിച്ച് അഭിനയിച്ച് ഇരിക്കുന്നവർ ഒന്നും അറിയാത്ത ആൾക്കാർ കുറ്റം പറയുന്നവരുണ്ട്. യൂട്യൂബിനകത്ത് കമൻസ് വായിച്ചു പോകണ്ടല്ലോ, എന്തുമാത്രം ദേഷ്യം വരുന്നറിയോ, വിഷമം തോന്നിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ കയറി സെർച്ച് ചെയ്യാനോ പറയാനോ പോകരുത്. അവരുടെ വിലപ്പെട്ട ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെ, ഇത്രയും ഞങ്ങളിത് അത് കാണുന്നുണ്ട്. ഇത് കുത്തിയിരുന്ന് കണ്ടിട്ടാണ് ഈ കുറ്റം കൂടെ പറയുന്നത്. അങ്ങനെ പറയാനേ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. എനിക്കിപ്പോൾ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കുന്നത്? അത് കണ്ട് എനിക്കിഷ്ടമുണ്ടേ കാണുക, ആസ്വദിക്കുക, ഇല്ല അങ്ങ് വിട്ടുകളെ. പിന്നെ കുത്തിയിരുന്ന മൊബൈലെടുത്ത് മുഴുവൻ ചർച്ച ചെയ്ത് എന്തൊക്കെയാ കമൻസ്. ഞാൻ കമൻസ് നോക്കാറേ ഇല്ല ഇന്ന് വരെ. ഞാൻ ചെയ്യുന്ന ജോലി ചെയ്തിട്ട് ഡബ് ചെയ്തിട്ട് ഞാനിങ്ങ് പോരും. ഞാൻ ഒരാളുടെ ഒരു സീരിയലിനും കമൻസ് ശ്രദ്ധിക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമ്മളങ്ങ് വിചാരിച്ചാൽ മതി. മറ്റുള്ളവരുടെ കമൻസ് കേൾക്കേണ്ട കാര്യമില്ല നമുക്ക്. അവർ ശരിയും പറയാൻ തെറ്റ്, അവർക്ക് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ശരിയാണെങ്കിൽ അവർക്ക് തെറ്റായിട്ട് തോന്നും. പക്ഷെ ഇതിനൊക്കെ ഒന്നും തിരുത്താൻ നമുക്ക് പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആണ്, നമുക്ക് ബോധ്യപ്പെട്ട് നമ്മൾ അങ്ങ് മുന്നോട്ട്. സത്യം, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, അത്രയേ നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാർ നമ്മൾ കുറ്റം പറഞ്ഞു നടക്കുന്നത്. ചേച്ചി, നമ്മളങ്ങനെ ഒത്തിരി സംസാരിച്ചു, ഒരു ഗെയിമൊക്കെ കളിച്ചു, കുറേ ചിരിച്ചു മറിഞ്ഞു. അങ്ങനെ നമ്മുടെ സെഗ്മെന്റ് സത്യത്തിൽ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. കുറേ സന്തോഷം. എനിക്ക് വിഷമം തോന്നുന്നു ചേച്ചി, അങ്ങനെ പറയല്ലേ, ഞാൻ കാര്യം സത്യം ഇയാളെ വിട്ട് പിരിച്ചു പോകണമെന്നുള്ളത് വല്ലാത്ത അറ്റാച്ച്മെന്റ്. ഞാൻ കൂടെ വരാം. സത്യമല്ലേ, അതിന്റെ ഭാഗം മുതൽ എനിക്ക് മനസ്സിലായി. വിഷമം വന്നില്ല എനിക്ക്? വിഷമൊന്നും വന്നൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു തീരാ പോവാണോ എന്നൊരു തോന്നുന്നില്ല. കുറച്ച് തിരക്കും പരിപാടിയിലൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞ. ഇത്രയും നാളും ഷൂട്ട്, പിന്നെ വീട്ടിൽ വരും, രാത്രിയിൽ ലേറ്റ് നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങനെ സ്ഥലത്ത് വന്ന് മനസമാധാനത്തോടിരുന്ന് ഞാനിപ്പോ 7-8 ദിവസം അടുപ്പിച്ചെനിക്ക് പ്രോഗ്രാം ആയിരുന്നു. ഇന്ന് വെളുപ്പിനെയാണ് ഞാൻ വീട്ടിൽ വന്നത്. ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ല. ഈ ഒരു ഇന്റർവ്യൂവിന് ഞാൻ ഇവനെ കൂടെ കിട്ടുമല്ലോ, അപ്പൊ ഇന്ന് തന്നെ വേണമെന്ന് ഞാൻ പറയാൻ കാര്യം ഞങ്ങൾ രണ്ടും കൂടെ ഒത്തു കിട്ടുന്ന ഒരു സമയം. ഏറ്റവും വലിയ ആഗ്രഹം രണ്ടുപേരും ഒരുമിച്ച് വരണം. ഈ ടൈം മാറ്റല്ലേ ഞാൻ പ്രത്യേകം പറഞ്ഞു. കംഫർട്ട് ആയല്ലേ? നിങ്ങളിങ്ങനെ പറയുമ്പോ എനിക്കൊരു മോട്ടിവേഷൻ തന്നെ. അല്ല, ഞാൻ കംഫർട്ട് ആയിരുന്നു. ചേച്ചി ഭയങ്കര കൂളായിട്ടെല്ലാം പറഞ്ഞു. രണ്ടുപേരും ചിരി എല്ലാവരും ആയപ്പോഴത്തേക്ക് കംഫർട്ടിലാണ് കാര്യങ്ങൾ പോയത്. കൊള്ളായിരുന്നു. പിന്നെ എന്റെ ബുദ്ധിപരമായ ഗെയിം കൂടെ ഉള്ളത് എനിക്കുള്ള ബുദ്ധി എനിക്ക് ഉണ്ടാവണമെന്നില്ല. ഉണ്ടോ? അതെനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്കുള്ള ബുദ്ധി അവിടെ ഉണ്ടാവണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളാണ്, അത്രേ ഉള്ളൂ. അതിലെല്ലാം നമ്മൾ അംഗീകരിക്കണം, അതിൽ സന്തോഷിക്കുക. ഇന്നത്തെ നമ്മുടെ ടേണിംഗ് പോയിന്റ് പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. കുറെ സംസാരിച്ചു, ചിരിച്ചു. ചേച്ചി, ഇനി നമ്മുടെ പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ 10-30 വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയിട്ടുള്ളത്, ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് സെൽഫി എടുക്കാൻ വരാറുണ്ട്. അപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. അതുപോലെ എൻ്റെ മോനും ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അവനെയും ആ ഒരു അംഗീകാരവും അവനെയും നിങ്ങൾ കൂടുതലും എന്താ പറയാ, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് ഇതാണ്. ഞാൻ ഈ വഴിയിലൂടെ പോകുമ്പോൾ ആൾക്കാരെല്ലാം ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ, അത് ഭയങ്കര അഭിമാനവും. നമ്മളെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള നമ്മുടെ ഓഡിയൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിനെ അവർ നമ്മളെ ഉൾക്കൊള്ളുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നു. അപ്പോഴാണ് നമ്മൾ ആ നല്ലൊരു ഒരു ഭയങ്കര സന്തോഷമാണ്. അതുപോലെ എൻ്റെ മോനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണം. അതെ, ഒരുപാട് സീരിയലുകൾ ഞാൻ ചെയ്യുകയും ചെയ്യും. ഇതേ ഫീൽഡ് എനിക്ക് മൂവിയുടെ കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂവിയോട് താല്പര്യമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഓഡിഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സീരിയൽ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, അതെപ്പോഴും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ചേച്ചി. ശരിക്കും സീരിയലിനോട് എനിക്കും ഭയങ്കര ഇഷ്ടമായി.